കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും സൗത്ത് വെസ്റ്റിൽ ഒരു ബെഡ്റൂം കാണാനുള്ള സാധ്യതയുണ്ട്. ആ ബെഡ്റൂമിൽ ഈ വർഷം കിടക്കുമ്പോൾ സ്വാഭാവികമായും പറ്റിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു സൗത്ത് വെസ്റ്റിൽ പുറത്തേക്ക് നോക്കി വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് അതിനകത്തൊരു മിനിമം 4 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബ്ലൂ മാറ്റും സൗത്ത് വെസ്റ്റിൽ വിടുന്നത് ഈ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മുടെ 2026 വന്നിരിക്കുന്ന 1, 2, 3 ആ നക്ഷത്രത്തെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞ് 4, 5, 6 ഈ നക്ഷത്രത്തെ പറ്റിയും ചെയ്തു. ഇനിയിപ്പോൾ മൂന്നാമത്തെ പാർട്ടാണിത്. ഇതിൽ കൂടെ 3 നക്ഷത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ആ 9 ദിക്കുകൾ നമ്മൾ കവർ ചെയ്യുകയാണ്. അപ്പോൾ ആ സ്ഥലവും ഏത് ഡയറക്ഷനിലാണ് ഏത് നമ്പർ വന്നിരിക്കുന്നത്, ഏത് തരത്തിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സൗത്ത് വെസ്റ്റിൽ നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 7 ആണ്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും സൗത്ത് വെസ്റ്റിൽ ഒരു ബെഡ്റൂം കാണാനുള്ള സാധ്യതയുണ്ട്. ആ ബെഡ്റൂമിൽ ഈ വർഷം കിടക്കുമ്പോൾ സ്വാഭാവികമായും പറ്റിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് സമയത്ത് നമ്മളെ മാറ്റി വേറൊരാളിനെ കയറ്റുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത കൂടും. അപ്പം അവിടെ 7 എന്ന് പറയുന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. അതിന് റെമഡി ആയിട്ട് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു സൗത്ത് വെസ്റ്റിൽ പുറത്തേക്ക് നോക്കി വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് അതിനകത്തൊരു മിനിമം 4 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബ്ലൂ മാറ്റും സൗത്ത് വെസ്റ്റിൽ വിടുന്നത് ഈ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. അടുത്ത നമ്പർ വരുന്നത് 8 ആണ്. 8 2026 സംബന്ധിച്ചിടത്തോളം വന്ന് നിൽക്കുന്നത് ഈസ്റ്റിലാണ്. അപ്പോൾ ഈസ്റ്റിൽ 8 വന്ന് നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവേ പ്രോസ്പെരിറ്റി ഉള്ള ഒരു സ്റ്റാർ ആണ്. പക്ഷേ അതിൻ്റെ ടൈമിലി സ്റ്റാർ അല്ല, അതിൻ്റെ ടൈം കഴിഞ്ഞു. 2004 മുതൽ 2024 ഫെബ്രുവരി 3 വരെ ആയിരുന്നു അത് കറക്റ്റ് ടൈമിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് തന്നൊരു നക്ഷത്രമാണ്. ഇപ്പോഴും അത് ദോഷം ചെയ്യില്ല, എന്നാൽ അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ആ സ്ഥലത്ത് നിന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ക്രിസ്റ്റൽ ബോൾസ് ഉപയോഗിക്കാവുന്നതാണ്. അത് എവിടെയാണ്? ഈസ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് അടുത്തത് സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റിൽ നിൽക്കുന്ന സ്റ്റാർ ആണ് ഏറ്റവും സാമ്പത്തികമായിട്ട് സൗഭാഗ്യങ്ങൾ തരുന്ന, അതായത് ഈ കറണ്ട് ഇയറിലെ കറണ്ട് പീരിയഡിലെ സ്റ്റാർ എന്ന് പറയുന്നത്, അതായത് 2024 മുതൽ 2044 വരെയുള്ള 20 കൊല്ലത്തെ ഏറ്റവും പ്രോസ്പെരിറ്റി തരുന്ന സ്റ്റാർ 9 ആണ്. അപ്പോൾ ഈ 9 ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുന്നത് ഡബിൾ എനർജിയിലാണ് നിൽക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷുവി പ്രകാരം സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന പൊതുവെ സമ്പത്തിന്റെ ഡയറക്ഷനായിട്ടാണ് കണക്കാക്കുന്നത്. അത് പോരെങ്കിൽ ഈ വർഷം സമ്പത്തിന്റെ സ്റ്റാർ ആയിട്ടുള്ള 9 വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. അപ്പം സൗത്ത് ഈസ്റ്റിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസുകൾ ഉപയോഗിക്കാം. ലിവിംഗ് റൂം ആണെങ്കിൽ ആ ഭാഗം വരുന്നത് അവിടെ ലക്കി ബാമ്പും ഉപയോഗിക്കാം. ഇനി നമുക്ക് ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് പോകാം. ഇത് വെൽത്ത് ഷിപ്പ് എന്ന് പറയുന്ന ഒരു സിമ്പിൾസ് ആണ്. ഇത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വയ്ക്കാം. അത് ഒത്തിരി പ്രോസ്പെരിറ്റി നമുക്ക് തരാനായിട്ടുള്ള പറ്റിയൊരു സിമ്പിൾസ് ആണ് ഈ തരത്തിലുള്ള വെൽത്ത് ഷിപ്പ്. സ്വീകരണമുറയുടെ സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ പശുവും കുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു വയ്ക്കാവുന്നതാണ്. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് കൊണ്ടുതരാനായിട്ട് ഈ ഒരു സ്റ്റാച്യുവിലൂടെ സാധിക്കുന്നതാണ്. അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്മി കുബേര, ലക്ഷ്മിയുടെയും കുബേരൻ്റെയും കൂടെയുള്ളൊരു സ്റ്റാച്യു നമുക്ക് സൗത്ത് ഈസ്റ്റ് ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ വയ്ക്കുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വളരെ നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഒരുപാട് ടൂളുകൾ ഫംഗ്ഷനിൽ വരുന്നുണ്ട്. അതുപോലെ അവിടെ വയ്ക്കാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഡ്രാഗൺ ബോട്ടാണ്. ഈ ഡ്രാഗൺ ബോട്ടിൽ ഒത്തിരി ദിവ്യന്മാർ കുറേ വെൽത്തുമായിട്ട് വരുന്ന രീതിയിൽ സൗത്ത് ഈസ്റ്റിൽ നിന്നും വീടിനുള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ ഇതിനെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.